മുഹമ്മദ് നബിയോട് ചോദിക്കാം, ഈ മുസ്ലിമോട് ചോദിക്കാൻ പറ്റും. എനിക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല, ബട്ട് ഐ ക്യാൻ മേക്ക് ദം തിങ്ക്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ചൂഷണത്തിനെതിരായിട്ട്, വിവേചനത്തിനെതിരായിട്ട്, എല്ലാ തരത്തിലുള്ള അനീതികൾക്കും അന്യായങ്ങൾക്കും എതിരായിട്ടുള്ള മനുഷ്യന്റെ ഉണർവിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ എല്ലാവരുടെയും കവിയാണ്, ബഷീർ എല്ലാവരുടെയും എഴുത്തുകാരനാണ്. നിങ്ങൾ നല്ല റോഡ് ഉണ്ടാക്കി, ആ റോഡിലൂടെ ദളിതിന് വഴി നടക്കാൻ വയ്യെങ്കിൽ പിന്നെ ആ റോഡുകൊണ്ട് എന്താ ആവശ്യം? രാഷ്ട്രീയ പ്രവർത്തനം എന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതിയില്ലേ? നീതിക്ക് എന്താ വേണ്ടത്? തുല്യത വേണം. തുല്യതയില്ലേ നീതി ഉണ്ടാവില്ല. ആൺപെൺ സമത്വം എന്നുള്ളൊരു ആശയത്തിനോട് നിങ്ങൾ പൊരുതുന്നില്ലേ? നിങ്ങൾക്ക് എന്തിനായിട്ട് കാര്യമില്ല. ആൺപെൺ സമത്വത്തിന്റെ കൂടുതൽ ട്രാൻസ്ജെൻഡർ വേറെ ഒരു കൂട്ടരുണ്ട്. അവർ നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്, നമ്മളെ പോലുള്ള മനുഷ്യരാണ് എന്നുള്ള ഒരു അംഗീകാരം, ഒരു നീതിബോധം, തുല്യതാബോധം, രാഷ്ട്രീയ ബോധം ഇല്ലേ? ഇതൊന്നും കാര്യമില്ല. നിങ്ങൾ നല്ല റോഡ് ഉണ്ടാക്കി, ആ റോഡിലൂടെ ദളിതിന് വഴി നടക്കാൻ വയ്യെങ്കിൽ പിന്നെ ആ റോഡുകൊണ്ട് എന്താ ആവശ്യം? വല്ല കാര്യം? നല്ല സ്കൂൾ ഉണ്ടാക്കി, അവിടെ നിങ്ങൾ ഒരു പ്രത്യേക സമുദായക്കാരെ മാത്രമേ കയറ്റുള്ളൂ. ഇവിടെ മാപ്പിളമാർക്ക് മാത്രമുള്ള സ്കൂളാണ്. അപ്പൊ ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ വരികയാണ്. കാരണം കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തിന് സമുദായ മൈത്രിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം നമ്മുടെ പൊതുവിദ്യാലയങ്ങളായിരുന്നു. അവിടെ ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒന്നിച്ചു പഠിച്ചു. ഒരേ മാഷന്മാരുടെ കീഴിൽ, ഒരേ ടീച്ചർമാരുടെ കീഴിൽ പഠിച്ചു. ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് കുളിച്ചു, ഒന്നിച്ച് അടികൂടി, ഒന്നിച്ച് ഊണ് കഴിച്ചു, ഒന്നിച്ച് നാടകം കളിച്ചു, ഒന്നിച്ച് ഡാൻസ് ചെയ്തു, ഫുട്ബോൾ കളിച്ചു, ജയിച്ചു, തോറ്റു, എല്ലാം. അപ്പൊ നമുക്കൊരു സമാന ഭൂതകാലുണ്ട്. എഴുത്തച്ഛൻ എല്ലാവരുടെയും കവിയാണ്, ബഷീർ എല്ലാവരുടെയും എഴുത്തുകാരനാണ്. ഒപ്പനയും കഥകളിയും ഓട്ടംതുള്ളലും ചവിട്ടുനാടും ഒക്കെ നമ്മുടെ കലാരൂപങ്ങളാണ്. അത് പോയിക്കൊണ്ടിരിക്കുക. സമുദായത്തിൽ ഓരോ സ്കൂൾ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ അപ്പുറത്തുള്ള എന്താ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് രാമായണത്തിലുള്ളത്? എന്തിനെ പറ്റിയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്? ഞാൻ ഒരു 4 ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ പോയി. അവിടെ ഒരു ബോർഡ് കണ്ടിയാണ് അമ്പലം. എന്നുവെച്ചാല് നമ്മുടെ നവംബറിലാണ് പോയത്. നവംബർ, ഡിസംബർ മാസങ്ങളിലൊക്കെ അവിടെ ഭയങ്കര ആഘോഷമാണ് ക്രിസ്മസ്. നവംബറിലേക്ക് തുടങ്ങും. അപ്പൊ അവിടെ ഒരു പഠനത്തിൽ സിഡ്നിയിലാണ് എന്റെ ഓർമ്മ, വലിയൊരു ബോർഡുണ്ട്. എന്താ ബോർഡ് എഴുതിയെന്ന് അറിയാം? ക്രിസ്മസ് ഈസ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്തുവിന്റെ വകയിലാണ്. അത് അറിഞ്ഞൂടാ. ക്രിസ്മസ് ഒരു ഫെസ്റ്റിവലിന്റെ ഇതെന്താന്ന് അറിയുന്നത്. അപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ ചൂഷണത്തിനെതിരായിട്ട്, വിവേചനത്തിനെതിരായിട്ട്, എല്ലാ തരത്തിലുള്ള അനീതികൾക്കും അന്യായങ്ങൾക്കും എതിരായിട്ടുള്ള മനുഷ്യന്റെ ഉണർവിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് പാർട്ടിയുടെ മെമ്പർ ആണെങ്കിലും ശരി, മെമ്പർ അല്ലെങ്കിലും ശരി, നിങ്ങൾ മെമ്പർ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നത് വലിയ വിഷയമല്ല. നിങ്ങൾക്ക് ഈ ഒരു നീതിബോധമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരാണ് തെറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ കൂടുതൽ അതില് ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ടോ? ഗാന്ധി അങ്ങനെ ഒരുത്തനായി. ആന്ധ്ര കേസരി എന്ന പേരിൽ പ്രസിദ്ധനായ പ്രകാശം ഒരു കണക്ക് കൊടുക്കാൻ ഒരാഴ്ച വൈകിയപ്പോ ഗാന്ധി അദ്ദേഹത്തിന് എഴുതിയ കത്ത് ഒരു വാക്യമാണ്: മിസ്റ്റർ പ്രകാശം, യു വിൽ ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ എൻടയർ ആന്ധ്രാപ്രദേശ്. നിങ്ങൾ മുഴുവൻ ആന്ധ്രാപ്രദേശിനും ചീത്തപ്പേര് കൊണ്ടുവരാൻ പോവാണ്. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ആ കണക്ക് എവിടെ കാര്യം ചോദിക്കുന്നു, ചോദിച്ചാൽ നടക്കും. അപ്പോൾ പിന്നെ ഗ്രൂപ്പായി. നമുക്ക് മിണ്ടാൻ വയ്യാത്ത പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ മൂടി വെക്കേണ്ട പ്രശ്നങ്ങളുണ്ടോ? ആർക്കു വേണ്ടിയാണ് നമ്മൾ മൂടി വെക്കുന്നത്? എന്തിനു വേണ്ടിയാ മൂടി വെക്കുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയും. രാഷ്ട്രീയ പാഠശാല എന്ന് പറയുന്നത് ഒറ്റ വാക്യത്തിൽ എന്നോട് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, അത് ചോദ്യം ചോദിക്കാൻ പരിശീലിപ്പിക്കലാണ്. ഞാൻ 34 കൊല്ലം മാഷായിരുന്നു. പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും MA-ക്കും MPhilനും ഒക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിലൊക്കെ ഞാൻ അവരോട് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ പറയാം, നിങ്ങൾ ചോദ്യം ചോദിക്കണം. ഒരുമാതിരി ആരും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. എന്താ കാരണം? ഒന്നുമില്ല, അവർക്ക് വേറെ പണിയുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞു?
ചോദ്യം ചോദിക്കാൻ കുത്തിരിക്കുക. ഈ രാഷ്ട്രീയ വേദികളൊക്കെ പള്ളിയിലെയും ചർച്ചിലെയും അമ്പലത്തിലെയും ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ വേദി പോലെ ആയാൽ പറ്റുമോ? അവിടെ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. പറ്റുമോ? മുഹമ്മദ് നബിയോട് ചോദിക്കാം, ഈ മുസ്ലിമോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറയാം, മുഹമ്മദ് നബിയുടെ നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചു. എന്താണ് അദ്ദേഹം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ സമയത്തും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് അവർ പറയുന്നത് സഹചരന്മാരും സഹാബിയും അവർ ചോദിക്കും. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നിന്റെ സഹോദരൻ ആക്രമിക്കുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും നീ അവനെ സഹായിക്കുക. എങ്ങനെ? നിന്റെ സഹോദരൻ ആക്രമിക്കുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും അവനെ സഹായിക്കും. അപ്പൊ ഒരാളോട് ചോദിച്ചു, എന്താ നബിയെ നിങ്ങൾ പറയുന്നത്? അക്രമിയെ സഹായിക്കുമെന്ന് പറയാൻ പാടുന്നു. അപ്പൊ നബി പറഞ്ഞു, അക്രമിയെ അക്രമം കാണിക്കാൻ വിടാതെ അവന്റെ രണ്ട് കൈയും പിടിച്ചു വെക്കലാണ് ആ സഹായം. അത് പറയാൻ വേണ്ടി നബി അങ്ങനെ പറഞ്ഞു. അവര് ചോദ്യം ചോദിക്കാതെ വിടില്ല. സോക്രട്ടീസ് ചരിത്രത്തിലുടനീളം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്ന ഒരാള് ക്രിസ്തുവിന് 400 കൊല്ലം മുമ്പ് മരിച്ചുപോയി. മരിച്ചുപോയതല്ല, വെള്ളം കൊടുത്ത് കൊന്നതാ. അദ്ദേഹത്തിന്റെ ഒരു വാക്യമുണ്ട്, അത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന വാക്യമാണ്. അതിന്റെ കീ സെന്റൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പറയാണ്, ചോദ്യം ചെയ്യപ്പെടാത്ത ജീവിതം ജീവിക്കാൻ അർഹമല്ല. ലൈഫ് അൺക്വസ്റ്റ്യൻ ഈസ് നോട്ട് ലീവബിൾ. സോക്രട്ടീസ് എന്താ പണി? ചോദിക്കാം. അദ്ദേഹം പറയുന്നത്, എനിക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല, ബട്ട് ഐ ക്യാൻ മേക്ക് ദം തിങ്ക്. എനിക്ക് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നു.